സ്വാതന്ത്ര്യ ദിനമാണ് നാളെ, അഥവാ ആഗസ്റ്റ് 15 എല്ലാ വർഷവും നടക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് നാം എല്ലാവരും കൂടി നേടിയെടുത്തതാണ്. പ്രത്യേകമായ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതോ ഒരു കക്ഷിയുടേതോ സംഘടനയുടേതോ അല്ല. അന്നുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് വിട്ടുപോകണം, അതപ്പം അതിൻ്റെ മായന. ക്വിറ്റ് ഇന്ത്യ ദിനം, അതിൽ മുസ്ലിം നേതാക്കന്മാരായ മഹാരഥന്മാരായ ആളുകൾ കേരളത്തിൽ വരെ എല്ലാ സ്റ്റേറ്റുകളിലും 924, 25, 47 ഒന്നല്ല, 1800 അക്കാലഘട്ടം മുതൽക്കേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരുള്ള രാജ്യമാണ് കേരളം. അവരുടെയൊക്കെ ശക്തമായ ഇടപെടൽ കൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇവിടുന്ന് കെട്ടുകെട്ടിപ്പോയത്. അങ്ങനെയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന ഭരണഘടനയിലൂടെ മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും ഭക്ഷണ സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് ലഭിച്ചത്. അത് എന്നും നിലനിൽക്കുക. എന്നാൽ ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല സംഗതികളും അതിനെല്ലാം തന്നെ വിഘ്നം നിൽക്കുന്ന വിധത്തിലുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്ന് കരുതി നമ്മൾ ആരും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പാടില്ല. കാരണം എന്താ? ഇസ്ലാം സമാധാനത്തിൻ്റെ, അതേ പ്രകാരം തന്നെ വിട്ടുവീഴ്ചയുടെ, ലാളിത്യത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മൈത്രിയുടെ എല്ലാം മതമാണ്. ഭീകരവാദത്തിൻ്റെ, തീവ്രവാദത്തിൻ്റെ ഈ രീതിയിലുള്ള യാതൊന്നും ഇസ്ലാമിന് പരിചയമില്ല. ഇസ്ലാമിന് അത്തരം വിഷയങ്ങളെ പറ്റി അറിയുകയും ഇല്ല. അതുകൊണ്ട് മുസ്ലിങ്ങളാരും അവരങ്ങനെ ഇവരിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കാൻ പോകേണ്ടതില്ല. തന്നെയല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടെന്താ? എല്ലാവരും വിശ്വാസികളാവണം എന്നാണ് അള്ളാന്റെ ഉദ്ദേശമെങ്കിൽ അള്ളാഹ്ക്ക് കഴിയൂലേ? ജനങ്ങളെല്ലാം കൂടി വിശ്വാസികളാവാൻ നീ നിർബന്ധിക്കേണ്ട ഇല്ല എന്നാ റസൂലിനോട് അള്ളാഹ് പറഞ്ഞു. ലാ ഇക്രാഹ ഫിദ്ദീൻ. മതപരിവർത്തനം അല്ല, മനപരിവർത്തനം. മാനസികമായി പ്രബോധനം കേട്ട് ആരെങ്കിലും ഇസ്ലാമൊക്കെ വെള്ളം പോലെ വരാം എന്നല്ലാണ്ട് മറ്റേതെങ്കിലും വിധേനയുള്ളതായിരിക്കുന്ന യാതൊരു വിധേനയുള്ള സ്വാധീനങ്ങളും വേണ്ട ഇല്ല എന്നാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സത്ത നമ്മൾ ഉൾക്കൊള്ളുക. അബുൽ കലാം ആസാദിനെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ, നെഹ്റുവിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ അദ്ദേഹത്തിന് എത്ര വിവരമാണോ? ചില്ലറക്കാരനാ ആണോ? അല്ല. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഖുർആൻ പരിഭാഷ എഴുതിയ മഹാനായ നേതാവ്, താഴേക്കടയിലേക്ക് വരുമ്പോൾ, താഴോട്ട് വരുമ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്ദ് മൗലവി പോലെയുള്ള മഹാരഥന്മാരായ സലഫി പണ്ഡിതന്മാർ ഈ സമൂഹത്തെ കൃത്യമായിട്ട് ബോധവൽക്കരിച്ചുകൊണ്ടാണ് കേരളക്കരയിലും ഈ സംഭവങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്, മുൻപന്തിയിൽ നിന്നുകൊണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം നിലനിൽക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ പുരോഗമനപരമായ കാര്യങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക, ഇതിന്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള സംഗതികളിൽ നമ്മൾ പങ്കാളികളാവുക, അതിനുവേണ്ടി ശ്രമിക്കുക. മറ്റുള്ള യാതൊരു വിധേനയുള്ള പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാകാതിരിക്കുക. അതാണ് ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ ആവർത്തിച്ച് കൊല്ലം കൊല്ലം വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ